പ്രിയപ്പെട്ടവരെ, VS അച്യുതാനന്ദൻ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നിൽ എന്താണ്? ക്യാപിറ്റൽ പനിഷ്മെന്റ് പരാമർശമെന്ന വെളിപ്പെടുത്തലുമായി CPIM നേതാവ് സുരേഷ് കുറുപ്പ്. ഒരു യുവ വനിതാ നേതാവാണ് പരാമർശം നടത്തിയത്. അങ്ങനെയാണ് ദുഃഖിതനായി ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ VS വേദി വിട്ടതെന്നും സുരേഷ് കുറുപ്പ് പറയുന്നു. തിരുവനന്തപുരം സമ്മേളനത്തിൽ ക്യാപിറ്റൽ പനിഷ്മെന്റ് വാദം M സ്വരാജ് ഉയർത്തി എന്ന പീരപ്പൻകോട് മുരളിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. പേരെടുത്ത് പറയാതെയാണ് പീരപ്പൻകോട് മുരളി പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് വിവാദമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇതിൽ തിരുവനന്തപുരം സമ്മേളനത്തിൽ വെച്ച് ഒരു യുവ നേതാവ് ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന പ്രയോഗം നടത്തി. അത് പിന്നീട് VS അച്യുതാനന്ദന്റെ പരസ്യമായി പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൂടാതെ ആലപ്പുഴ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോരാനുള്ള കാരണം ഒരു കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു യുവ വനിതാ നേതാവ് ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന പ്രയോഗം ആവർത്തിച്ചതാണ് എന്നാണോ ഇപ്പോൾ പറയുന്നത്? അരുൺ, അതാണ് ഇതുവരെ ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ VS പിണറായി പോരിൻ്റെ സമയത്ത് പറഞ്ഞു കേൾക്കാത്ത പുതിയൊരു കാര്യമാണ് സുരേഷ് കുറുപ്പ്, CPIMന്റെ മുതിർന്ന നേതാവായിരുന്ന, പലവട്ടം MPയും MLAയും സ്പീക്കറുമൊക്കെ ആയിരുന്നു സുരേഷ് കുറുപ്പ് VSനെ അനുസ്മരിച്ച് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതിൽ പറയുന്ന കാര്യം, ആലപ്പുഴ സമ്മേളനം 2018 പാർട്ടിയുടെ ആലപ്പുഴ സമ്മേളനം നടക്കുന്നത്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി എന്നതാണ് അതിനകത്ത് പറയുന്ന ഒരു വാക്ക്. ഒരു കൊച്ചു പെൺകുട്ടിയാണ് VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്ന ആവശ്യം ആലപ്പുഴ സമ്മേളനത്തിൽ ഉയർത്തുന്നത്. അത് VSന് വലിയ വേദനയാണ് നൽകിയത്. ദുഃഖിതനായി ആരെയും നോക്കാതെ ആരോടും മിണ്ടാതെ VS അച്യുതാനന്ദൻ സമ്മേളന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. അരുൺകുമാറിന് അത് നമുക്ക് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് VS അച്യുതാനന്ദൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും VSന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് തിരുവനന്തപുരത്തേക്ക് വരുന്നതുമൊക്കെ ആയ ഒരു സംഭവം. അതിൽ പറഞ്ഞിരുന്ന, അന്ന് അതിന് കാരണമായി പറഞ്ഞിരുന്നത്, VSനെതിരെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ 40 പേജിൽ VSനെതിരെയുള്ള കുറ്റപത്രം ഉണ്ടായിരുന്നു. അത് വായിക്കാൻ തുടങ്ങിയ സമയത്താണ് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയത് എന്നതായിരുന്നു അക്കാലത്ത് പറഞ്ഞു കേട്ടിരുന്ന കഥ സമ്മേളനവുമായി ബന്ധപ്പെട്ട. പക്ഷേ സുരേഷ് കുറുപ്പ് ഇപ്പോൾ പറയുന്നത് പുതിയൊരു കഥയാണ്. 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം, VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നത് വലിയ വിവാദമായിരുന്നു. ആ യുവ നേതാവിൻ്റെ പേര് പലതരത്തിൽ പ്രചരിച്ചു. VS മരിച്ചതിന് ശേഷം അന്ന് VSനൊപ്പം ഉണ്ടായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പീരപ്പൻകോട് മുരളി അത് അംഗീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയും MV ഗോവിന്ദൻ മാഷ് അത് പീരപ്പൻകോട് മുരളി തെറ്റായ കാര്യങ്ങൾ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങളിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് CPIMലെ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന, ഞാൻ അല്പസമയം മുമ്പ് സുരേഷ് കുറുപ്പുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ആ ലേഖനത്തിൽ എഴുതിയതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല, പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം ആലപ്പുഴ സമ്മേളനത്തിൽ കേൾക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ തിരുവനന്തപുരം സമ്മേളനമായിരിക്കുമോ സുരേഷ് കുറുപ്പ് പറഞ്ഞ സമയത്ത് വർഷങ്ങൾ മാറിപ്പോകാനുള്ള ഒരു സാധ്യത അക്കാലത്ത് സജീവമായി VSനൊപ്പം നിന്നിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ലേഖനം കണ്ടതിന് ശേഷം VSനൊപ്പം അക്കാലത്ത് നിന്നിരുന്ന, VSന്റെ ഒപ്പം പാർട്ടിയിലുണ്ടായിരുന്ന, അല്ലാതെ VSന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അവരാരും ഇക്കാര്യം കേട്ടതായി ഓർമ്മയില്ല, അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സുരേഷ് കുറുപ്പിനെ വിളിച്ച് വർഷം മാറിപ്പോയതായിരിക്കാം അങ്ങനെ ഒരു സാധ്യത അറിയാൻ വേണ്ടി വിളിച്ചത്. പക്ഷെ അങ്ങനെയല്ല. സുരേഷ് കുറുപ്പിന്റെ വാക്കുകളിൽ 2018 ആലപ്പുഴ CPM സമ്മേളനത്തിൽ VSനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാദം ഒരു യുവ നേതാവ് ഉയർത്തി എന്നതാണ്. ആരാണ് ആ യുവ നേതാവ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും സജീവമായിട്ടുള്ള ആളുകൾ ആണ് എന്നൊരു മറുപടിയാണ് ലഭിക്കുന്നത്. ഓക്കെ, അതാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് കൂടി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പീരപ്പൻകോട് മുരളി പറയുന്നു, യുവ നേതാവിൻ്റെ പേരെടുത്ത് പറയാതെയാണ് പീരപ്പൻകോട് മുരളിയും അത് പറഞ്ഞത്. അതിന് പിന്നീട് MV ഗോവിന്ദ മാഷിൻ്റെ മറുപടിയും വിമർശനവും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ സുരേഷ് കുറുപ്പ് കൂടി പറയുന്നു, ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോകാനുള്ള കാരണം ഒരു യുവ വനിതാ നേതാവ് ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന തിരുവനന്തപുരം സമ്മേളനത്തിൽ ഉയർന്നിയ പരാമർശം നടത്തിയതാണ്. അങ്ങനെയാണ് ദുഃഖിതനായി ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ VS വേദി വിട്ടതെന്നാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ പറയുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.